മിസോറാമും ഗോവയുമാണ് ഇന്ത്യയിലെ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ. അതിൽ ഗോവ ഭരിക്കുന്നത്, ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ഗോവ ഭരിക്കുന്നത് പ്രമോദ് സാവന്താണ്, ബി ജെ പിയുടെ നേതാവ്. ബി ജെ പി അവിടെ ജയിച്ചു, ജനഹൃദയങ്ങളെ ജയിച്ചുകൊണ്ട് അവിടെ അധികാരത്തിലാണ്. എന്നിരിക്കെ കേരളത്തിലെ ന്യൂനപക്ഷത്തെ ജയിക്കാൻ, ക്രിസ്തീയ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ചും പൂർണ്ണമായിട്ടും ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പരീക്ഷണം നടത്താനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ബി ജെ പി ഏത് രീതിയിലും കേരളത്തിൽ 2026 അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അപ്പം ഏതെല്ലാം രീതിയിൽ ഇലക്ഷൻ മുന്നേറ്റം നടത്താൻ, അല്ലെങ്കിൽ ഇലക്ഷൻ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയുള്ള വർക്ക് ആണ്, അങ്ങനെയാണല്ലോ. കാരണം ഇലക്ഷനകത്ത് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നതിനും ഏത് മാർഗം സ്വീകരിക്കുന്നതിനും വേണ്ടിയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നത്. അപ്പം ഏറ്റവും അവസാനം ഇവിടെ എത്ര അടുപ്പിച്ചിണക്കുകയും അടുക്കുന്നോ അല്ലെങ്കിൽ അടുത്തോ അടുക്കണോ വേണ്ടായോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷമാണ്. അല്ലെങ്കിൽ ബി ജെ പിക്ക് ആകപ്പാടെ കൂട്ടാൻ പറ്റുന്നതും ഒക്കെ ഉള്ള ഒരു ന്യൂനപക്ഷമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം. ക്രിസ്ത്യൻ ന്യൂനപക്ഷം ബി ജെ പിയെ സഹായിക്കുന്ന ഒരവസ്ഥ വന്നാൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ അല്ലേ ബി ജെ പിക്ക് കൃത്യമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം ചെങ്ങന്നൂര്, അടൂര്, അങ്ങനെ പലയിടത്തും ബി ജെ പി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയാൽ തന്നെ അടൂര് ജയിക്കും, അറിയോ? എല്ലാവരും ചെങ്ങന്നൂർ, അതിൻ്റെ പുറകിലേ ഉള്ളൂ ചെങ്ങന്നൂർ. അതുപോലെ കോന്നി ജയിക്കും, അറിയോ? പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഒന്നിച്ച് അങ്ങനെ നിൽക്കത്തില്ലല്ലോ. ഒരിക്കലും ഒന്നിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വോട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അത് ബി ജെ പിക്ക് ഏറ്റവും അവസാനം വരെ മനസ്സിലായി. പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പം കിട്ടുന്ന ഈ വോട്ടിൻ്റെ കൂടെ ന്യൂനപക്ഷ ആനുകൂല്യം കൂടി വന്നാൽ ബി ജെ പിക്ക് വിചാരിക്കുന്നതിനപ്പുറം എം എൽ എമാരെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ബി ജെ പി അവരുടെ നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഷോൺ ജോർജ്, പി സി ജോർജ്, അതുപോലെ മറ്റു പല നേതാക്കന്മാരെ, ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്രിസ്ത്യൻ നേതാക്കന്മാരെ ബി ജെ പിക്കകത്ത് ഉണ്ടാക്കുക, അവരെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും അവർക്ക് വ്യക്തമായ ഈ പറയുന്ന പോലെ പദവികളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അതിനകത്തൊരു വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കൃത്യമായിട്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾ പ്രചരണത്തിന് ഏതാണ്ട് 18ഓളം എം എൽ എമാരെ ഇറക്കുന്നതിന് വേണ്ടി ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പം ഈ പല ബൈ ഇലക്ഷനൊക്കെ വരുമ്പം ഈ ഇലക്ഷൻ വർക്കിന് ഓരോ പാർട്ടികളുടെയും ഇപ്പോൾ യു ഡി എഫിൻ്റെ പോകുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഈ ബൈ ഇലക്ഷൻ ആകുമ്പോഴേ നടക്കത്തുള്ളൂ. 68 എം എൽ എമാരുടെ 68 എം എൽ എമാരും അവിടെ കാണും. ഇപ്പം ബൈ ഇലക്ഷൻ സമയത്ത് ഭരണപക്ഷത്ത് ഇപ്പോൾ സി പി എം ഇരിക്കുകയാണെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെ മൊത്തം ആൾക്കാരും അവിടെ കാണും. കാരണം ഓരോ പ്രദേശത്തും ഇപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശത്താണെങ്കിൽ റോഷി അഗസ്റ്റിൻ, അല്ലെങ്കിൽ ഉദാഹരണം പറയുക, ക്രിസ്ത്യൻ മന്ത്രി ആയിരിക്കും കയറുന്നത്. ഇപ്പം നായർ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ആർക്കും അറിയത്തില്ല, നായന്മാരുടെ മന്ത്രി ആയിരിക്കും കയറുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ളത് മുസ്ലിം മന്ത്രി ആയിരിക്കും. ഈ രീതിയിൽ വർഗീയമായിട്ട് തന്നെ നമ്മൾ ബി ജെ പി വർഗീയ പാർട്ടിയാണ്, മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും വോട്ട് പിടിക്കുന്നതും, അല്ലെങ്കിൽ ഈ രഹസ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പോകുന്ന ഇടപെടിയിലെല്ലാം ജാതിയും മതവും വർഗവും ഒക്കെ നോക്കി തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ ജാതി നോക്കി തീരുമാനിക്കുന്ന പാർട്ടിയാരാണ് നിങ്ങൾക്കറിയാം? ആരാ? സി പി എം. അത് കഴിഞ്ഞുള്ളൂ ബാക്കി പേര്. സത്യമായിട്ട് പറഞ്ഞു, സി പി എം വാർഡുകളിൽ പോലും ഇതനുസരിച്ച് സ്ഥാനാർത്ഥി തീരുമാനിക്കും. അത് പണ്ടേ തന്നെ നമ്മൾ നോക്കി കാണുമ്പോൾ സി പി എം അങ്ങനെ, സി പി എം ആദ്യം തീരുമാനിക്കുന്നത്. ബാക്കി എനിക്കൊന്ന് ഈ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അത് കഴിഞ്ഞുള്ളൂ. അപ്പം ഇതിനകത്ത് ഇതൊരു നല്ല തീരുമാനം കേട്ടോ. നമ്മൾ പറയുന്ന പോലെ അവിടെ ഈ മാർത്തോമ സഭയുടെ എം എൽ എമാരൊക്കെയാണ് തോന്നുന്നു കൂടുതൽ. എനിക്കറിയത്തില്ല, ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിക്കും, ഏത് സഭ അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് പറയാൻ എനിക്കത്. എന്നാലും അവർ ഏതാണ്ട് 18ഓളം എം എൽ എമാരെ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രദേശങ്ങൾ വീടുകൾ കയറി, അല്ലെങ്കിൽ പ്രചരണത്തിന് ക്രിസ്ത്യാനികളെ നേരിട്ട് കാണാൻ മതമേലധ്യക്ഷന്മാരെ മറ്റു പല രീതികളും. കാരണം ഈ സഭകൾക്കൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലെ സഭയിലെ മതമേലധ്യക്ഷന്മാരും മറ്റവരും മറിച്ചവരുമായിട്ടൊക്കെ ബന്ധം കാണുമല്ലോ. അപ്പം അവർക്ക് അവിടെ കിട്ടുന്ന പരിഗണന, ആനുകൂല്യം, അവർക്ക് ഭരണ സംവിധാനത്തിനകത്ത് കിട്ടുന്ന രീതികൾ, അതുകൊണ്ട് അതെങ്ങനെ സഭയ്ക്ക് പ്രയോജനപ്പെടുത്താം, ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വരുത്തിയും ഏതറ്റം പോയാലും ന്യൂനപക്ഷത്തെ പിടിച്ച്, ഒരു ന്യൂനപക്ഷം കേരളത്തിൽ ബി ജെ പിയുടെ ഭാഗമായിട്ട് വരാൻ തീരുമാനിച്ചാൽ, ഫുള്ളായിട്ട് വരണ്ട, ഒരു 4-5-6% വോട്ട് പിടിച്ച് വന്നാൽ ബി ജെ പി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. ബി ജെ പിക്ക് എന്തായാലും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ കിട്ടില്ല. സാധാരണ ഇതിനുള്ള പിന്തുണ, കാരണം അവർ ബി ജെ പി മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്നുള്ള ഒരു നാരേറ്റീവ് ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അത്ര ഒരു നാരേറ്റീവ് ഒരു പരിധി വരെ വിജയിച്ചു. അതേ പാറ്റേൺ ഇവിടെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല. എങ്കിൽ പോലും ബി ജെ പി ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ കൂടി ഇല്ലാതെ തങ്ങൾക്ക് ഈ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കില്ല. ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, പണ്ട് മുതലേ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ന്യൂനപക്ഷ വോട്ടുകൾ. അത്
ക്രൈസ്തവ വോട്ടുകളായിക്കോട്ടെ, ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് വോട്ടുകളായിക്കോട്ടെ, SNDP ഇതിൽപ്പെട്ട വോട്ടുകളാണ് എക്കാലത്തും CPMൻ്റെ ശക്തി. പിന്നീട് കുറേ NSSൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ട്, മറ്റ് ഒരുപാട് ജാതി മത സമവാക്യങ്ങളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ BJP തിരിച്ചറിഞ്ഞത് ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാനായിട്ട് കഴിയും. ആ കഴിയുന്ന വോട്ടുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളെ വലിയ തോതിൽ സമാഹരിക്കാനായിട്ട് BJP കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയില്ല എന്നല്ല അർത്ഥം. പക്ഷേ അതൊരു നല്ല തന്ത്രമാണെന്ന് മനസ്സിലായി. മാത്രമല്ല ഇവിടെ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജയിച്ച് MP ആയി മന്ത്രിയായപ്പോൾ ഒപ്പം തന്നെ മറ്റൊരു മന്ത്രിയെ കൂടി BJP നിശ്ചയിച്ചു കേരളത്തിൽ നിന്ന്. അദ്ദേഹത്തെ പിന്നീട് രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നു. അത് ഈ ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ്. മുമ്പ് കണ്ണന്താനത്തെ മന്ത്രിയാക്കി. അപ്പോൾ എല്ലായ്പ്പോഴും ക്രൈസ്തവ സമുദായത്തിന് ഒരു പരിഗണന നൽകുന്നു. ഇവിടെ നിന്ന് മതമേലധ്യക്ഷന്മാർ ഡൽഹിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്ന് പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കില്ല. മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ടൊക്കെയാണ് ചെല്ലുന്നത്. പക്ഷേ അത്തരം ഒരു മീറ്റിങ്ങുകൾക്ക് വാതിലുകൾ എപ്പോഴും തുറന്നിടുന്നുണ്ട്. മാത്രമല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പല സഭകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അവരുമായിട്ടുള്ള ചില മീറ്റിങ്ങുകളൊക്കെ മുന്നോട്ട് പോകുന്നു. എല്ലാ തവണയും തിരുവനന്തപുരത്ത് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയം നേടുന്നത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ BJP കഴിഞ്ഞു. അങ്ങനെയുള്ള BJP വോട്ടുകൾ കൂടുതൽ രംഗത്തേക്ക് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഈ BJPയെ ക്രൈസ്തവരെ കൂടുതൽ അടുപ്പിക്കണം. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന മിസോറാം ആയിക്കോട്ടെ, മണിപ്പൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആസാം ആയിക്കോട്ടെ, ഗോവയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ക്രൈസ്തവ സമുദായവും BJPയും തമ്മിൽ നല്ല ബന്ധമാണ്. ആ നല്ല ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന MLAമാർ പ്രചരണവുമായിട്ട് കേരളത്തിലേക്ക് വന്നാൽ അത് പുതിയൊരു തന്ത്രമാണ്. കാരണം BJPയുടെ തന്ത്രങ്ങൾ, BJPയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സർപ്രൈസ് ആയിരിക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും പ്രവചിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് ആരെത്തുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഇതാണ് തന്ത്രപരമായിട്ട് BJP ദേശീയ തലത്തിൽ നടപ്പാക്കുന്നത്. അത്തരം നീക്കം കേരളത്തിൽ നടത്തും. കാരണം കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിക്കണമെന്നുള്ള എത്രയോ കാലത്തെ അജണ്ടയായിരുന്നു. അത് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിച്ചു. ഇനി മറ്റു മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ഒറ്റ അജണ്ട വെച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലായി. തിരുവനന്തപുരത്ത് 6ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് മുന്നേറാൻ പറ്റും. 5000 മുതൽ 10000 വരെ വോട്ട് മറിച്ചാൽ തന്നെ കേരളത്തിൽ ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും കൃത്യമായിട്ട് രണ്ടാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നിലവിലെ BJP നേതൃത്വം. മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് BJP മത്സരിക്കാൻ ഇറങ്ങിയാൽ ആ വോട്ടുകൾ സമാഹരിച്ച് കച്ചവടം നടത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. പക്ഷേ കാലം മാറിയതിനനുസരിച്ച് ദേശീയ തലത്തിൽ CPM ഭരിച്ചുകൊണ്ടിരുന്ന ഒട്ടനവധി സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെ BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു? അതേ ഒരു തന്ത്രം ഇവിടേക്ക് പയറ്റാനായിട്ട് BJP ഒരുങ്ങുന്നു. അതിനെപ്പോഴും വിഘാതമായി നിൽക്കുന്നത് CPMഉം ഒപ്പം മുസ്ലിം സമുദായവുമാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിലെ വോട്ടുകൾ സമാഹരിച്ചാൽ BJPക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാം. അത് ഒരു ഇലക്ഷൻ കൊണ്ടോ 2 ഇലക്ഷൻ കൊണ്ടോ സാധിക്കില്ല. പക്ഷേ BJP വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ കേരളത്തിലും അതുപോലൊരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിക്കുമെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും. അത് ഗൗഡ സാരസ്വർ എന്ന് പറയുന്ന നമ്മുടെ തീരദേശം മുഴുവൻ താമസിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരെ പോർച്ചുഗീസുകാർ അവിടെ ഭരിച്ചിരുന്ന സമയത്ത് കീഴടക്കിയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ, കാത്തോലിക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ചോദന എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് വികസനം, ഒന്നാമത്തെ കാര്യം. 2 സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം, 3 ഭരണസ്ഥിരത. ഇത് 3 ഒത്തിണങ്ങി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. നോക്കൂ എത്ര സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുന്നത്. എവിടെയെങ്കിലും ഈ കർണാടകത്തിലെ ഒരു അടിപിടി കണ്ടിട്ടുണ്ടോ? അവർക്ക് അഭിമാനമായിട്ട് വിജയിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ശിവകുമാറും ഇപ്പോഴാവണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കേന്ദ്രത്തിന് നിത്യ തലവേദനയായിട്ട് വന്നിരിക്കുക. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങനെയുണ്ടോ? ഇല്ല. സംസ്ഥാനം നല്ല രീതിയിൽ വികസിച്ചു പോകുന്നു. അസം വരെ, നോർത്ത് ഈസ്റ്റ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ വരെ വളരെ വികസിച്ച് അവിടെ വിമാനം നാട് റോട്ടിക്കൊണ്ട് ഇറങ്ങത്തക്ക രീതിയിലേക്ക് വരുമ്പോൾ ബ്രഹ്മപുത്രയുടെ കുറുകെയുള്ള പാലത്തിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് ഭൂമി കുലുക്കം വന്നാലും ഏശില്ലെന്ന് പറഞ്ഞാൽ അത് വികസനമാണ്. പാശ്ചാത്യ മോഡലിലുള്ള വികസനം. ആ വികസനം കൊണ്ടുവരുന്ന കക്ഷിയെ അവർ അംഗീകരിക്കും. ആ തരത്തിൽ അവരുമായിട്ട് ബന്ധമുണ്ട്. തന്നെയുമല്ല അവരുടെ സുരക്ഷിതത്വ അപകടത്തിലായിരിക്കുന്നു. ഡെമോഗ്രഫി കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും മറ്റൊരു ന്യൂനപക്ഷം വന്ന് ഇവർക്കുണ്ടായിരുന്ന മേൽക്കോയ്മ മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു സുരക്ഷിതത്വമില്ലായ്മ. അങ്ങനെയാണ് ഈ കൃസംഗികളൊക്കെ ഉടലെടുത്തിരിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ ഒരു അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, മനസ്സിലുണ്ട്. ആ മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഒരു സാധർമ്മത്തെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു
അടുപ്പത്തെ കുറച്ചുകൂടി ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ് ഈ പറഞ്ഞ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 18 MLA-മാർ എന്ന് പറയുന്ന അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. BJP ഒരു വർഗീയ സംഘടനയല്ല, ഈ ദേശസ്നേഹമുള്ള സംഘടനയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. അത് കൺവിൻസ്ഡായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ BJPക്ക് വേണ്ടി EVM മെഷീനുകളിൽ അവരുടെ വിരലുകൾ നീളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.